മൊത്തം ടിക്കർ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് എല്ലാവർക്കും കൂടി 2.5 കോടി രൂപയാണ് പ്രൊഡ്യൂസറിന്. പക്ഷെ എന്നോട് ആവശ്യപ്പെട്ടത് വേറൊരാൾ മുഖാന്തരം എന്നോട് പടത്തിന്റെ വലിപ്പച്ചെറുപ്പം അനുസരിച്ചായിരിക്കാം എന്നോട് ആവശ്യപ്പെട്ട എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് പുള്ളി നെഗറ്റീവ് റിവ്യൂ ഇടത്തില്ല, 1 ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ നെഗറ്റീവ് റിവ്യൂ ഇടത്തില്ല. അപ്പൊ പക്ഷെ ഞാനൊരു ചെറിയ പ്രൊഡ്യൂസറാണ് എന്നുള്ള രീതിയിലായിരിക്കാം പുള്ളി ഒരിക്കലും ഡയറക്റ്റ് വിളിക്കില്ല, പുള്ളി അക്കൗണ്ട് ത്രൂ ഒന്നും സ്വീകരിക്കില്ല. മാധവ് സുരേഷ് കപിയുടെ മകനെ വെച്ച് ഒരു സിനിമ എടുത്ത പ്രൊഡ്യൂസർ ഇന്ന് കരയുകയാണ്. നമുക്കറിയാം സുരേഷ് ഗോപിയുടെ മകന് അല്ലെങ്കിൽ സുരേഷ് മാധവന് വേണ്ടത്ര മാർക്കറ്റ് സിനിമ ഫീൽഡിൽ ഇല്ല. അദ്ദേഹത്തിന്റെ സിനിമ ഒന്നാമത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സുരേഷ് ഗോപിയുടെ മകനായത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ സിനിമയിലേക്ക് കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിപ്പിച്ചതാണ്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് കഴിവോ കാര്യങ്ങളോ നോക്കിയിട്ടൊന്നും അല്ല. സുരേഷ് ഗോപിയുടെ മകൻ ആ ഒരു ലേബലിൽ കയറി വന്ന ഒരാളാണല്ലോ മാധവ് സുരേഷ് എന്ന് പറയുന്ന ആ വ്യക്തി. അപ്പൊ കഴിവുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട, കഴിവുകളെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിനെ വെച്ച് ഒരു സിനിമ എടുത്ത പ്രൊഡ്യൂസറിന്റെ കരച്ചിലാണ്. ഒന്നാമത്തെ കാര്യം, ആ പ്രൊഡ്യൂസറെ നമ്മൾ സമ്മതിക്കേണ്ടത്, മാധവ് സുരേഷിന് സിനിമാ മേഖലയിൽ വേണ്ടത്ര മാർക്കറ്റ് ഇല്ലാത്തൊരു നടനാണ്. അതുകൊണ്ട് തന്നെ ഒരു റിസ്ക്കും എടുക്കാതെ അദ്ദേഹത്തിന് വെച്ച് സിനിമ എടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. ഒന്നുകിൽ പൈസ കളയുക, അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ കിട്ടുക എന്നുള്ളത് ഒരു ലോട്ടറി സ്വഭാവം, പൂർണ്ണമായും ലോട്ടറി സ്വഭാവമുള്ള ഒരു സിനിമയാണ് ഈ അംഗം അട്ടഹാസം എന്ന് പറഞ്ഞൊരു സിനിമ. സാധാരണ ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ ചെയ്യുമ്പോൾ സിനിമയുടെ കഥ കേട്ട് അതിന്റെ ചേരുവകളൊക്കെ മനസ്സിലാക്കി ഒരു 75% സിനിമ സക്സസ്ഫുൾ ആകും എന്ന് മനസ്സിൽ തോന്നിയാൽ, അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റിംഗ് വാല്യൂ ഒക്കെ നോക്കി മുടക്കുന്ന പൈസ തിരിച്ചു കിട്ടും, ലാഭം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന സിനിമകളുണ്ട്. സാധാരണ പ്രൊഡ്യൂസർമാർ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ സുരേഷ് മാധവനെ പോലുള്ള ആളുകൾ സിനിമ എടുക്കുന്നത് ജസ്റ്റ് ലോട്ടറിയാണ്, ഒരു ഭാഗ്യ പരീക്ഷണം. ചിലപ്പോൾ ക്ലിക്കാവാം, ഇല്ലെങ്കിൽ പൈസ പോകാം എന്നുള്ള രീതിയിലാണ് സിനിമ എടുക്കുന്നത്. അങ്ങനെ സിനിമ എടുത്ത് പൈസ കിട്ടാതെ വന്ന ഒരു പ്രൊഡ്യൂസർ, അദ്ദേഹത്തിന് മറ്റൊരു ബാധ്യത കൂടി വന്നിരിക്കുകയാണ്. നമുക്കറിയാം, സിനിമയുടെ റിവ്യൂ ഒക്കെ പറയുന്ന അശ്വന്ത് ക്രോക്കർ എന്ന് പറയുന്ന ഒരു യുവാവുണ്ട്. അദ്ദേഹം 1 ലക്ഷം രൂപ ഈ സിനിമയുടെ നെഗറ്റീവ് പറയാതിരിക്കണമെങ്കിൽ വേണം എന്ന് പറഞ്ഞ് ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഈ അശ്വന്ത് ക്രോക്കർ എന്ന് പറയുന്ന ആളിനെ വിട്ടു, അദ്ദേഹത്തിന്റെ മെസ്സഞ്ചറെ വിട്ടു. അത് കൊടുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഈ സിനിമ അംഗം അട്ടഹാസം എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആരോപണം ഇന്നലെ ഉന്നയിച്ചുകൊണ്ട് പ്രസ് മീറ്റ് വിളിക്കുകയുണ്ടായി ഈ അംഗം അട്ടഹാസം സിനിമയുടെ പ്രൊഡ്യൂസർ. എന്ത് തന്നെയായാലും സത്യാവസ്ഥ നമുക്കറിയില്ല, നമുക്കൊരു ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരാൾ വന്ന് ചങ്കുറപ്പോടുകൂടി പ്രസ് മീറ്റ് വിളിക്കുന്നു. പ്രസ് മീറ്റ് വിളിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ആൻസർ പറഞ്ഞ മതിയാകും. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് ഈ അശ്വന്ത് ക്രോക്കർ എന്ന് പറയുന്ന യുവാവ് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന് തുറന്നു പറയുമ്പോൾ അത് അന്വേഷണ വിധേയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം ഈ പൈസ ചോദിക്കാമെന്ന ആളിനെ അറിയാമല്ലോ, അല്ലെങ്കിൽ നമ്പർ ഉണ്ടല്ലോ, അല്ലെ? അപ്പൊ ഒരു അന്വേഷണം വേണം. ഇത്തരത്തിലുള്ള അശ്വന്ത് ക്രോക്കർ എന്ന് പറയുന്ന യുവാവ് ഇത്തരത്തിൽ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അശ്വന്ത് ക്രോക്കറെ പോലുള്ള തൊഴിൽ രഹിതരായ ആളുകൾ നമ്മുടെ നാട്ടിൽ നിരവധിയുണ്ട്. കാരണം അവർക്ക് വേറെ തൊഴിലില്ല. ആകെയുള്ള തൊഴിൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ പറയുന്ന പോലെ സിനിമ റിവ്യൂ പറയുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ ജീവിക്കുമ്പോൾ മറ്റൊരാളെ ദ്രോഹിച്ചുകൊണ്ടാവണം ഇവർ ജീവിക്കേണ്ടി വരുന്നത്. ഇപ്പൊ പ്രൊഡ്യൂസർ 1 ലക്ഷം രൂപ കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട്, 1 ലക്ഷം രൂപ ചെറിയ എമൗണ്ട് ആട്ടോ. സാധാരണ 25-30 ഒക്കെയാണ് ചില ഇതുപോലുള്ള ആളുകൾ ചോദിക്കുന്നത് സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 1 ലക്ഷം രൂപ ചോദിച്ചുവെങ്കിൽ അത് നിയമപരമായി അതിൽ അന്വേഷണം വരികയും ഇയാളെ ശിക്ഷിക്കുകയും ചെയ്യണം. അതൊരു മാതൃകയാവണം. കാര്യം മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ നശിച്ചു പോകേണ്ട ഒന്നും അല്ലല്ലോ. 100-150 സിനിമ ഒരു വർഷം ഇറങ്ങുമ്പോൾ 5-10 സിനിമയാണ് ഇതിൽ രക്ഷപ്പെടുന്നത്. ബാക്കിയെല്ലാം കോടികൾ കയ്യിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന മലയാളം ഇൻഡസ്ട്രിയെ ഇങ്ങനെ കൂടി നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിന് തടയിടേണ്ടത് അനിവാര്യം തന്നെയാണ്. ഒരു പ്രൊഡ്യൂസറും കരയാൻ പാടില്ല എന്നുള്ള നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, അല്ലെ? പക്ഷെ ഇങ്ങനെ സിനിമ പൊട്ടുക മാത്രമല്ല, ഇങ്ങനെ കൂടി, അതായത് റിവ്യൂ നെഗറ്റീവ് പറയും എന്ന് ഭീഷണിപ്പെടുത്തി അവരെ ദ്രോഹിക്കുക ചെയ്യുമ്പോൾ അത് മഹാദ്രോഹം തന്നെയാണ്. അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിന് സർക്കാരിനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, ഇതിലൊരു അന്വേഷണം കൊണ്ടുവരണം. ഇതിന്റെ പ്രൊഡ്യൂസറുടെ പേരും എനിക്കറിയില്ല കേട്ടോ. ഞാനൊരു അയാളെ പ്രസ് മീറ്റ് മാത്രമേ കണ്ടുള്ളൂ. അംഗം അട്ടഹാസം എന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ്. താങ്കൾ ചെയ്യേണ്ടത് ഒരു
പെറ്റീഷൻ കൊടുക്കുക. താങ്കൾക്ക് തെളിവുണ്ടല്ലോ, താങ്കളോട് പൈസ ചോദിച്ചയാളെ താങ്കൾക്ക് അറിയാം, അയാളുടെ ഫോൺ നമ്പർ ഉണ്ടാകും. അതൊക്കെ വെച്ച് നിങ്ങൾ പെറ്റീഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ പൈസ ചോദിച്ച ആളെ പോലീസ് വേണ്ട വിധം കൈകാര്യം ചെയ്താൽ ആരാണ് ഇത് പറഞ്ഞ് താങ്കളോട് പൈസ ചോദിക്കാൻ പറഞ്ഞു വിട്ടയാളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ പറയുന്ന പോലെ പറയേണ്ടി വരുമല്ലോ. അങ്ങനെ പറഞ്ഞ് തെളിയിക്കുകയാണെങ്കിൽ തീർച്ചയായും അശ്വന്ത് ക്രോക്കറി ആണ് ഇത് ചെയ്തതെങ്കിൽ അയാളെ ശിക്ഷിക്കണം. അങ്ങനെ ഒരാളെ അല്ല, ഇത്തരം നെഗറ്റീവ് റിവ്യൂ പണത്തിന് വേണ്ടി പറയുന്നവരെ മുഴുവനും ശിക്ഷിക്കണം. അതൊരു മാതൃകയാവണം. ഇനി ഒരാൾ പോലും ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരാളെ ദ്രോഹിക്കാൻ പാടില്ല, ഒരു പ്രൊഡ്യൂസറെ ദ്രോഹിക്കാനും പാടില്ല. മലയാള സിനിമയെ അങ്ങനെ വിറ്റ് തിന്നേണ്ട ആവശ്യമില്ല. കഷ്ടപ്പെട്ട് സിനിമയിലേക്ക് വരിക, അഭിനയിക്കുക, അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആവുകയോ ഒക്കെ പറഞ്ഞ് കാര്യങ്ങൾ ചെയ്തോളൂ. പക്ഷെ ഇങ്ങനെ പ്രൊഡ്യൂസർമാരെ കണ്ണിലാഴ്ത്തിക്കൊണ്ട് അവരെ ദ്രോഹിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കി ജീവിക്കാൻ ഇവിടെ അനുവദിക്കത്തുമില്ല. ഓക്കെ, അപ്പോ ദയവായി എനിക്ക് ഈ പ്രൊഡ്യൂസർ മനുഷ്യനോട് പറയാനുള്ളത്, നിങ്ങൾ കേസ് കൊടുക്കുക. നിങ്ങൾ അന്വേഷിച്ചു വന്ന ആളെ, നിങ്ങളോട് പൈസ ചോദിച്ച ആൾക്കെതിരെ കേസ് കൊടുക്കുക. അയാൾ വഴി താങ്കൾ ആരോപിക്കുന്ന അശ്വന്ത് ക്രോക്കറി ആണെങ്കിൽ അയാളെ ശിക്ഷിക്കട്ടെ. സിമ്പിൾ അല്ലേ? സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. കേസ് കൊടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുക. ഓക്കെ.